കേരള സ്റ്റോറി എന്ന ഇനിയും പുറത്തിറങ്ങാത്ത സിനിമ വിവാദത്തിൽപ്പെട്ട് ഇരട്ടത്താപ്പിൻ്റെ പുറംപൂച്ച് പുറത്തായ ഇടത് ഇസ്ലാമികവാദികളും പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. ഒരിക്കൽ സ്വന്തം മതവികാരം വ്രണപ്പെട്ടതിനെതിരെ പ്രതിഷേധിച്ച ഇന്ത്യയിലെ ക്രൈസ്തവരും ഹൈന്ദവരും ഇടത് ഇസ്ലാമിക പുങ്കവന്മാരുടെ വ്യാഖ്യാനത്തിൽ കറതീർന്ന വലതുപക്ഷ ഫാസിസ്റ്റുകൾ ആയിരുന്നു. എന്നാൽ ആരാണ് വാസ്തവത്തിൽ ഫാസിസ്റ്റുകളെന്നും ഫാസിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരെന്നും പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വന്ന ഗതികേടിൽ ഇവർ സമൂഹത്തിന് കാട്ടിക്കൊടുത്തിരിക്കുകയാണ്. വർഗീയ പ്രീണനത്തിനു വേണ്ടി ഇരട്ടത്താപ്പ് നയങ്ങൾ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഇടത് വലത് മേനവന്മാർക്ക് കക്കുകളി നാടകത്തെക്കാൾ മതവികാരം വ്രണപ്പെടുന്നതായി തോന്നിയത് കേരള സ്റ്റോറിയുടെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു. MF ഹുസൈൻ സരസ്വതി ദേവിയെ നഗ്നയായി വരച്ചപ്പോൾ മതവികാരം വ്രണപ്പെട്ട് അതിനെതിരെ പ്രതികരിച്ച ഹിന്ദുക്കളെ വലതുപക്ഷ ഫാസിസ്റ്റുകളെന്നാണ് ഇടത് ഇസ്ലാമിക ചേരികൾ വിളിച്ചത്. ക്രൈസ്തവ അനുഷ്ഠാനങ്ങളിൽ പരിപാവനമായ അംശവടിയിൽ അടിവസ്ത്രം തൂക്കിയിട്ട കാർട്ടൂണിനെതിരെ പ്രതികരിച്ച ക്രൈസ്തവരും വലതുപക്ഷ ഫാസിസ്റ്റുകളാണെന്ന് പറഞ്ഞ ഇതേ ഇടവന്മാർ തെമ്മാടി കാർട്ടൂൺ വരച്ച സുഭാഷിനെ ലളിതകല അക്കാദമി അവാർഡ് കൊടുക്കാനാണ് തുനിഞ്ഞത്. ക്രൈസ്തവരുടെ പരിപാവന നാമമായ ഈശോ എന്ന പേരിലെടുത്ത സിനിമയ്ക്കെതിരെയും ക്രൈസ്തവ സന്യാസിനിമാരെ അവഹേളിച്ച കക്കുകളി നാടകത്തിനുമെതിരെ പ്രതിഷേധിച്ച ക്രൈസ്തവ സമൂഹത്തെ വലതുപക്ഷ ഫാസിസ്റ്റുകളാക്കി മാറ്റിയ ഇടതരും ഇസ്ലാമിയരും നാണവും മാനവും ലെവലേശമില്ലാതെ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ മതനിന്ദ കുറ്റം ചുമത്തി പ്രതിഷേധിക്കുമ്പോൾ അവർ ഇത്രകാലവും പൊക്കിപ്പിടിച്ച ആവിഷ്കാരത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും സ്വാതന്ത്ര്യവാദങ്ങൾ അവരെ തന്നെ തിരിഞ്ഞുകൊത്തുകയും അവർ തന്നെ ഒരിക്കൽ പറഞ്ഞ ന്യായമനുസരിച്ച് വലത് ഫാസിസ്റ്റുകളായി മാറുകയുമല്ലേ. വിനാശകാലെ വിപരീത ബുദ്ധി. നാടിൻ്റെ വികസനത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലം എന്നേക്കുമായി കേരളത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ തന്ത്രപരമായി നടപ്പാക്കുന്നത് കൂടുതൽ വോട്ട് ലഭിക്കുന്ന സമുദായത്തെ സുഖിപ്പിച്ച് കൂടെ നിർത്തുന്ന പ്രീണനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതായത് മുസ്ലിം വോട്ട് ധ്രുവീകരിച്ച് ഒന്നിച്ചു ചേർക്കാനുള്ള വിഷയങ്ങൾ തേടി അലഞ്ഞാണ് ഇവിടുത്തെ ഇടതരും വലതരും കാലം കഴിക്കുന്നത്. മറ്റു മതസ്ഥരുടെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ആരാധനാ പ്രതീകങ്ങളെയും എല്ലാം അവഹേളിക്കപ്പെടുമ്പോൾ അത് ആസ്വദിക്കാൻ ഇന്ത്യ മതേതരമാണെന്നും ഇവിടെ ആവിഷ്കാരത്തിനും അഭിപ്രായത്തിനും സ്വാതന്ത്ര്യമുണ്ടെന്നും തട്ടിമൂളിക്കുന്ന ഒരു കൂട്ടരുടെ മതസംഹിതകളെ ഭാഗികമായിട്ടെങ്കിലും തൊടുന്ന കലാസൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ മുൻപ് പറഞ്ഞ ആവിഷ്കാരത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും സ്വാതന്ത്ര്യങ്ങൾ പൊടുന്നനെ അട്ടിമറിക്കപ്പെടുകയും മതനിന്ദയാൽ അവർക്ക് മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യും. രാജ്യത്തിൻ്റെ വികസന വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുക്കേണ്ട ഭരണകൂടവും പ്രതിപക്ഷവുമാകട്ടെ ഇക്കൂട്ടരിൽ ആർക്കെങ്കിലും വികാരം വ്രണപ്പെടുന്നുണ്ടോ എന്ന് നോക്കി അതുണ്ടാകാതെ കാത്ത് ഇരിക്കുകയാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, വോട്ട് ബാങ്കിൻ്റെയും അധികാരത്തിൻ്റെയും പ്രശ്നമാണ്. അതുകൊണ്ട് അവർ ഉളുപ്പ് ലെവലേശമില്ലാതെ പറഞ്ഞതെല്ലാം വിഴുങ്ങി കൂടുതൽ വോട്ടുള്ള മതവിഭാഗത്തിൻ്റെ വികാരം വ്രണപ്പെട്ടു പോകുന്നതിൽ വല്ലാതെ ഖിന്നരാവുകയാണ്. ഇങ്ങനെ ഇവിടുത്തെ ഇടതനും വലതരും ഇസ്ലാമിക പ്രീണനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുഖമുദ്രയാക്കി മാറ്റുമ്പോൾ ഇവിടെ ക്രൈസ്തവർ അരക്ഷിതാവസ്ഥയിലേക്ക് നിബന്ധിക്കുന്നെങ്കിൽ അത് കഴമ്പുള്ള കാര്യം തന്നെയാണ്. തലമുറകളുടെ ഭാവിയെ തകർക്കുന്ന മയക്കുമരുന്നും കള്ളക്കടത്തും അടക്കം പല മുഖങ്ങളിലൂടെ വെളിപ്പെടുന്ന തീവ്രവാദത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘടനയും സമാനമായ ഇതര സംഘടനകളുമാണെന്ന് തുറന്നു പറയുന്നതിന് പകരം പ്രീണനത്തിൻ്റെ തൂവലുകൾ കൊണ്ട് അവരെ തഴുകുന്നത് അങ്ങേയറ്റം അപമാനകരമാണെന്ന് പറയാതെ തരമില്ല. ഏതായാലും ഇവർ ആവിഷ്കാര സ്വാതന്ത്ര്യവാദികളല്ല, വേറൊരു പ്രത്യേകതരം ആവിഷ്കാരവാദികളാണ്. ഇവരെയല്ലേ യഥാർത്ഥത്തിൽ ഫാസിസ്റ്റുകളെന്ന് വിളിക്കേണ്ടത്.